ഹോൾസെയിലായിട്ട് കുറഞ്ഞ വിലയ്ക്ക് പ്രോഡക്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് യൂട്യൂബിൽ ഒത്തിരി വീഡിയോ കിടപ്പുണ്ട്. നമ്മളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആയാലും അല്ലാത്തൊരു ബിസിനസ് ആയാലും തുടങ്ങാൻ നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രോഡക്റ്റ് എവിടെ കിട്ടുമെന്ന് സെർച്ച് ചെയ്യുന്നത് യൂട്യൂബിലായിരിക്കും. ഇതുപോലുള്ള അനേകായിരം വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്. നിങ്ങൾ ആരും തന്നെ അവിടെ നിന്ന് ഓൺലൈനിൽ നിന്ന് പ്രോഡക്റ്റ് കേരളത്തിലെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല, കേരളത്തിലെ ഹോൾസെയിലേഴ്സിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയത്തില്ല. എനിക്കത് എന്തെങ്കിലും പറ്റിയിട്ട് നമുക്ക് നേരിട്ടെങ്കിലുമൊക്കെ പോയി സംസാരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷേ കേരളം വിട്ട് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിലുപരിയാണ്. ചിലപ്പോൾ നമ്മൾ 25,000, 30,000, 50,000 രൂപ, ചിലപ്പോൾ മാക്സിമം 1,00,000 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ കബളിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ബിസിനസ് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് നഷ്ടമാവും. നമുക്ക് പിന്നെ മുമ്പോട്ട് പോകാനായിട്ടുള്ളൊരു എനർജി നമുക്കില്ലാതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ ഓൺലൈനായിട്ട് 99% ഫ്രോഡാണ്. 99% ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്. മേടിച്ച് അബദ്ധം പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പ്രോഡക്റ്റ് കിട്ടാത്തതിലുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ അവർ പറയും 30% നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്താൽ മതി, ബാക്കി കൊറിയർ നിങ്ങളുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ചെയ്താൽ മതി. എന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് നമ്മുടെ കയ്യിലത് പൊട്ടിച്ച് നോക്കണമെങ്കിൽ അവരുടെ പൈസയും അതുപോലെ തന്നെ കൊറിയർ ഫീയും നമ്മൾ കൊറിയർ ബോയുടെ കയ്യിൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ പ്രോഡക്റ്റ് അടിച്ച് പൊട്ടിച്ച് നോക്കാൻ പറ്റൂ. പൊട്ടിച്ച് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക്, അതായത് കൊറിയർ ബോയ്ക്ക് അതുമായിട്ട് പ്രത്യേകിച്ച് ഉത്തരവാദിത്തമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആരും തന്നെ, മെജോറിറ്റി വരുന്ന ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമാണ്. അബദ്ധം പറ്റിയിട്ടുണ്ട് ഒത്തിരി പേർക്ക്, എനിക്കും പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് ആയാലും അല്ലാത്ത ബിസിനസ് ആയാലും ചെയ്യുമ്പോൾ ഈ ഒരു പരിപാടി ചെയ്യാതിരിക്കുക മാക്സിമം.